സ്വന്തം അച്ചുതണ്ടിൽ ചുറ്റിത്തിരിയുന്ന ഭൂമി, അതിൽ പേരുകേട്ടാൽ അന്തരംഗം അഭിമാനപൂരിതമാകുന്ന ഭാരതം എന്ന മാതൃരാജ്യം, അവിടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കൊച്ചു കേരളം, അതിൽ പച്ചപ്പട്ടുടയാട ചാർത്തിയ വയനാടൻ ജനപദം. 1944 തവിഞ്ഞാൽ പ്രദേശത്ത് കുടിയേറ്റ ജനതയുടെ ഇളം തലമുറയ്ക്ക് ആദ്യാക്ഷരത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകിയ വിദ്യാനികേതനമാണ് തവിഞ്ഞാൽ സെൻറ് തോമസ് UP സ്കൂൾ. ഇന്ന് 82 വർഷങ്ങൾ പിന്നിടുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ 2025-26 അധ്യയന വർഷത്തെ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അഭിമാന പുരസ്സരം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കട്ടെ. മാനന്തവാടി രൂപത കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ രക്ഷാധികാരി മാനന്തവാടി രൂപതാ മെത്രാൻ മാർ ജോസ് പുരുന്നേടം പിതാവ്, സഹരക്ഷാധികാരി മാർ അലക്സ് താരാമംഗലം പിതാവ് എന്നിവരാണ്. കോർപ്പറേറ്റ് മാനേജർ ഫാദർ സിജോ എളങ്ങുന്നപ്പുഴ, സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് പുത്തൻപറമ്പിൽ, ഹെഡ് മാസ്റ്റർ ശ്രീ ബിജു മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ ഒരുപറ്റം പ്രഗത്ഭ അധ്യാപകരുടെ കരുതലിൽ ചങ്കും ചങ്കെടുപ്പുമായി എന്നും കൂടെയുള്ള PTA തണലിൽ സെൻറ് തോമസ് UP സ്കൂൾ 82 സംവത്സരങ്ങൾ നിറഞ്ഞ തൃപ്തിയോടെ ഇതാ പൂർത്തീകരിക്കുന്നു. വിതുമ്പുന്ന ഹൃദയത്തോടെ, നന്ദിയുടെ മനമോടെ നമ്മളിൽ നിന്നും വേർപിരിഞ്ഞ മാനന്തവാടി രൂപതയുടെ ഇടയൻ അഭിവന്ദ്യ മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന് സെൻറ് തോമസ് UP സ്കൂൾ കുടുംബത്തിൻ്റെ മിഴിനീർ പ്രണാമം. ആത്മാർത്ഥമായ സ്നേഹത്തോടെയും സമർപ്പണത്തോടെയും സ്കൂളിനായി സേവനം അനുഷ്ഠിച്ച PTA എക്സിക്യൂട്ടീവ് അംഗം റോയ് ചേട്ടൻ്റെ വിയോഗ സ്മരണയ്ക്ക് മുമ്പിൽ ഹൃദയപൂർവ്വം പ്രണാമം അർപ്പിക്കുന്നു. നവാഗതർ. ഈ വർഷം സെൻറ് തോമസ് കുടുംബത്തിലേക്ക് കടന്നു വന്ന പ്രിയ അധ്യാപകർ: ഹെഡ് മിസ്ട്രസ് ശ്രീമതി മേരി മാത്യു, സെൻറ് മാർട്ടിൻ LP സ്കൂൾ ഉണ്ടയങ്ങാടിയിലേക്ക് സ്ഥലം മാറിപ്പോയ ഒഴിവിലേക്ക് ഹെഡ് മാസ്റ്റർ ശ്രീ ബിജു മാത്യു, ശ്രീമതി മിഥുന ജോസിന് പകരം ശ്രീമതി നീതു വർഗീസ്, ശ്രീമതി ലിജിന VKയ്ക്ക് പകരം കുമാരി പ്രീത K. പ്രീ പ്രൈമറി മുതൽ 7ാം തരം വരെ 200-ലധികം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. പ്രധാന അധ്യാപകൻ ശ്രീ ബിജു മാത്യു സാറിൻ്റെ നേതൃത്വത്തിൽ 12 അധ്യാപകരും പട്ടികവർഗ വികസന വകുപ്പ് നിയമിച്ച ഒരു മെൻറ്റർ ടീച്ചറും ഓഫീസ് അസിസ്റ്റന്റ് ശ്രീ ജിൻസൺ ജേക്കബും പാചക തൊഴിലാളി ശ്രീമതി ഏലിയാമ്മ ചേച്ചിയും ഈ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിക്കുന്നു. ഓരോ പുലരിയിലും പ്രാർത്ഥനാ നിർമ്മലമായ തുടക്കം ഈ വിദ്യാലയത്തിൻ്റെ കെട്ടുറപ്പിന്, കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് പ്രാർത്ഥനയോടെ അധ്യാപകർ ക്ലാസ് എടുക്കുന്നു. പ്രവേശനോത്സവം. തവിഞ്ഞാലിൻ്റെ അക്ഷരമുറ്റത്ത് അറിവിൻ്റെ തേൻനുകുരാൻ കടന്നെത്തിയവർ. അന്നേ ദിനം മാനന്തവാടി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിൽ നടപ്പിലാക്കുന്ന എല്ലാവരും എഴുതുന്നു എല്ലാവരും വായിക്കുന്നു എന്ന പ്രൊജക്ടിന്റെ ഔപചാരിക ഉദ്ഘാടനം ലോഗോ പ്രകാശനം ചെയ്തുകൊണ്ട് വാർഡ് മെമ്പർ ശ്രീ ജോസ് കൈനിക്കുന്നേൽ നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് പുത്തൻപറമ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സ്കൂൾ വെഞ്ചരിച്ചതിനു ശേഷം കുട്ടികൾക്ക് സമ്മാനവും മധുരവും നൽകി ക്ലാസുകളിൽ പ്രവേശിച്ചു. കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെയും മുൻ ഹെഡ് മിസ്ട്രസ് മേരി മാത്യു ടീച്ചറിൻ്റെയും മറ്റു സുമനസ്സുകളുടെയും സഹായത്താൽ സ്കൂളിനായി ചെയ്ത വികസന പ്രവർത്തനങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി സ്കൂൾ ബസ് സംവിധാനം ആരംഭിച്ചു. കൂടാതെ ഇൻ്റർലോക്ക് സൗകര്യം, കെട്ടിടങ്ങളിൽ ടൈൽസ് വർക്ക്, സ്കൂൾ കെട്ടിടം പൂർണ്ണമായും പെയിൻറ്റിംഗ് ചെയ്ത് വിദ്യാലയം മനോഹരമാക്കി തീർത്തു. ആദ്യ 10 ദിനങ്ങൾ പാഠം 1 നല്ല പാഠം, നല്ല മനുഷ്യനാവുക എന്ന പദ്ധതിയുടെ ഭാഗമായി ജൂൺ 2 മുതൽ ജൂൺ 13 വരെ വിവിധ വിഷയങ്ങളിൽ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. യൂണിഫോം. ഈ വർഷം മുതൽ നമ്മുടെ വിദ്യാലയത്തിൽ മാറ്റത്തിന്റെ വർണ്ണാഭ പരത്താൻ നമ്മുടെ വിദ്യാലയത്തിൽ ബുധനാഴ്ചകളിൽ ടീഷർട്ട് സമ്പ്രദായം നിലവിൽ വന്നു. അസംബ്ലി. ആഴ്ചയിൽ ഒരു ദിവസം സ്കൂൾ അസംബ്ലിയും ഒരു ദിവസം ക്ലാസ് അസംബ്ലിയും നടത്തിവരുന്നു. ക്ലാസ് അസംബ്ലിയിൽ കുട്ടികളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലാപരമായ കഴിവുകളെ പുറത്തു കൊണ്ടുവന്ന് പരിപോഷിപ്പിക്കാനായി ഇതിലൂടെ സാധിക്കുന്നു. PTA പ്രസിഡന്റ് ശ്രീ ജോമോൻ PK, MPTA പ്രസിഡന്റ് ശ്രീമതി ജൂബി നന്ദിലത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലെ ഓരോ സ്പന്ദനങ്ങളിലും താങ്ങായി തണലായി സുശക്തമായ PTA നമുക്കുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. സ്കൂൾ ഇലക്ഷൻ. ഈ വർഷത്തെ വാശിയേറിയ സ്കൂൾ തെരഞ്ഞെടുപ്പിൽ കുമാരി ലിഡിയ സ്കൂൾ ലീഡറായും കുമാരി കെസിയാമോൾ ജോബി ആർട്സ് സെക്രട്ടറിയായും മാസ്റ്റർ മുഹമ്മദ് സ്വാലിഹ് സ്പോർട്സ് ക്യാപ്റ്റനായും തിരഞ്ഞെടുക്കപ്പെട്ടു. അക്ഷരമധുരം പദ്ധതി. അറിവിൻ്റെ അനന്തമായ ലോകത്തിലേക്ക് കുഞ്ഞുങ്ങളെ കൈപിടിച്ചുയർത്താൻ അക്ഷരമധുരം പദ്ധതി കുട്ടികളുടെ പിറന്നാൾ ദിനങ്ങളിൽ സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്യുന്നതിലൂടെ വായനാശീലം പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്നു. അക്ഷര ക്ലാസ്.
എല്ലാവരും എഴുതുന്നു, എല്ലാവരും വായിക്കുന്നു എന്ന ലക്ഷ്യവുമായി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി എല്ലാ ദിവസവും അക്ഷര ക്ലാസുകൾ നടത്തിവരുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി. കുട്ടികൾക്ക് എല്ലാ ദിവസവും പോഷകസമൃദ്ധമായ ആഹാരങ്ങൾ സ്കൂളിൽ ഒരുക്കുന്നു. ആഴ്ചയിൽ പാലും മുട്ടയും കൃത്യമായി നൽകുന്നു. ഗോത്രവിഭാഗ കുട്ടികൾക്കായി രുചികരമായ പ്രഭാത ഭക്ഷണം നൽകി വരുന്നു. സ്കൂൾ ഡേ ആഘോഷം. സ്കൂൾ ഡേ ആഘോഷവും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് പുത്തമ്പറമ്പിൽ നിർവഹിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ക്ലബ് പ്രവർത്തനങ്ങൾ. വിവിധ ക്ലബ് പ്രവർത്തനങ്ങൾക്ക് പുറമെ നല്ല പാഠം പ്രവർത്തനവും നമ്മുടെ വിദ്യാലയത്തിന് മാറ്റുകൂട്ടുന്നു. നല്ല പാഠം പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനം വിപുലമായി സംഘടിപ്പിച്ചു. അന്നേ ദിവസം സ്കൂൾ പരിസരം മാലിന്യ വിമുക്ത ഇടമായി പ്രഖ്യാപിച്ചു. കൂടാതെ നല്ല പാഠം കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തവിഞ്ഞാൽ ടൗണും ബസ് സ്റ്റോപ്പും വൃത്തിയാക്കി. വിദ്യാരംഗം കലാസാഹിത്യവേദി. വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനങ്ങൾ. വാഗ്മയം പരീക്ഷയിൽ ഉപജില്ലാ മത്സരത്തിൽ ജെറോം ജോസഫ് അജീഷ് 1ാം സ്ഥാനവും ജില്ലാ ശിശുക്ഷേമ സമിതി വർണ്ണോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രസംഗ മത്സരത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ മുഹമ്മദ് ജസീലിന് 1ാം സ്ഥാനവും അധീന ജോളി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. CM കിഡ്സ് LSS USS പരിശീലനം. LP തലത്തിൽ CM കിഡ് LSS, UP തലത്തിൽ CM കിഡ് USS ക്ലാസുകൾ ക്രമമായും ചിട്ടയായും പരിശീലനം നടത്തിവരുന്നു. ഒപ്പം സംസ്കൃതം സ്കോളർഷിപ്പ്, സുഗമഹിന്ദി പരീക്ഷാ പരിശീലനം എന്നിവയും നടന്നുവരുന്നു. വിദ്യാലയത്തിന്റെ മികവുകൾ. 2024-25 അധ്യയന വർഷത്തിൽ വിവിധ ക്ലാസുകളിലായി വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പുകൾ ലഭിച്ചു. 4 LSS സ്കോളർഷിപ്പും 4 USS സ്കോളർഷിപ്പും 2 കുട്ടികൾ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്നീ നിലയിലും തെരഞ്ഞെടുക്കപ്പെട്ടു. 10 കുട്ടികൾക്ക് സംസ്കൃത സ്കോളർഷിപ്പും 7 കുട്ടികൾക്ക് തളിർ സ്കോളർഷിപ്പും ലഭിച്ചു. വിദ്യാർത്ഥികളുടെ നേട്ടങ്ങളുടെ പാതയിൽ അഭിനന്ദനങ്ങൾ. ജൈവ പച്ചക്കറിത്തോട്ടം. വിഷരഹിതമായ ആഹാരം കുട്ടികൾക്ക് നൽകുക എന്ന സദ് ഉദ്ദേശത്തോടെ പച്ചക്കറി കൃഷി ആരംഭിച്ചു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഈ ജൈവ പച്ചക്കറിത്തോട്ടം. ശാസ്ത്രോത്സവം. തമിഴ്നാടിൻ്റെ മണ്ണിൽ ശാസ്ത്രോത്സവം എക്സ്പ്ലോർ 2025 എന്ന പേരിൽ സംഘടിപ്പിച്ചു. മാനന്തവാടി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ തമിഴ്നാടിൻ്റെ ചുണക്കുട്ടികൾ പങ്കെടുക്കുകയും വിജയങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. LP വിഭാഗം സയൻസ് മേളയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. കൂടാതെ UP വിഭാഗം സയൻസ്, സോഷ്യൽ സയൻസ്, ഗണിത ശാസ്ത്രമേളകളിലും പ്രവൃത്തിപരിചയ മേളയിലും നമ്മുടെ കുട്ടികൾ മിന്നും പ്രകടനം കാഴ്ചവെച്ച് വിദ്യാലയത്തിൻ്റെ പേര് ഉയർത്തി. കലാമേള. കുട്ടികളുടെ കലാവാസനകൾ പീലി വിടർത്തി നിറഞ്ഞാടുവാൻ സാരംഗ് 2K25 നടത്തപ്പെട്ടു. വയനാട്, മാനന്തവാടി ഉപജില്ല, ജില്ലാ കലോത്സവങ്ങളിലും നമ്മുടെ കുരുന്നുകൾ നിറഞ്ഞാടി. സംസ്കൃതോത്സവ മത്സര ഇനങ്ങളിൽ ഉപജില്ലയിൽ 5ാം സ്ഥാനം കരസ്ഥമാക്കി. ജില്ലാതല മത്സരത്തിൽ സംസ്കൃത വിഭാഗം സിദ്ധരൂപോച്ചാരണം അൻസ രാജേഷും ഹിന്ദി പദ്യം ചൊല്ലൽ ഇവാനിയ ഗ്രേസ് അരുണും യോഗ്യത നേടി. കായികമേള. തവിഞ്ഞാലിന്റെ കായിക മാമാങ്കം സ്പീഡ് 2025 ഏറെ ആവേശോജ്വലമായി നടത്തപ്പെട്ടു. കായികമേളയ്ക്ക് വർണ്ണാഭമായുള്ള മാർച്ച് പാസ്റ്റും കുട്ടികളുടെ വിവിധങ്ങളായ കായിക മത്സരങ്ങൾ, സമ്മാനങ്ങൾ അന്നേ ദിനം വളരെ മനോഹരമാക്കി തീർത്തു. ഭവന സന്ദർശനം. കുട്ടികളും കുടുംബങ്ങളുമായുള്ള ആത്മബന്ധം നിലനിർത്തുന്നതിനും ഉന്നതികളിലെ വിദ്യാർത്ഥികളെ മുടക്കം കൂടാതെ വിദ്യാലയത്തിൽ എത്തിക്കാൻ പ്രചോദിപ്പിക്കാൻ അധ്യാപകർ കൃത്യമായി ഭവന സന്ദർശനം നടത്തിവരുന്നു. ഗോത്ര ഫെസ്റ്റ്. 21 വിദ്യാലയങ്ങളിൽ നിന്നുമായി തവിഞ്ഞാൽ പഞ്ചായത്ത് തല ഗോത്ര ഫെസ്റ്റ് കൊണ്ടാടി. ഗോത്ര സംസ്കാരത്തിന്റെ പൈതൃകം ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തരത്തിലുള്ള കലാരൂപങ്ങളാണ് ഗോത്ര ഫെസ്റ്റ് കലാവേദിയിൽ നടനമാടിയത്. ദിനാചരണങ്ങൾ. പരിസ്ഥിതി ദിനം, വായനാ ദിനം, ലഹരി വിരുദ്ധ ദിനം, ചാന്ദ്രദിനം, ഹിരോഷിമ നാഗസാക്കി ദിനം, സ്വാതന്ത്ര്യദിനം, അധ്യാപക ദിനം, ശിശുദിനം, ഓണം, ക്രിസ്തുമസ്. കരുതലിന്റെ കാവലാളായ പ്രിയ മാനേജ്മെന്റിന്, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകർക്ക്, ഒരുമയോടെ കൂടെ നിൽക്കുന്ന PTA അംഗങ്ങൾക്ക്, നല്ലവരായ തവിഞ്ഞാൽ നിവാസികൾക്ക്, ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ഹൃദയത്തിന്റെ ചെപ്പിൽ നിന്നും കാലം കാത്തുവെച്ച നല്ലൊരു വാക്ക്. നന്ദി. നന്ദി.